ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA BCom BSc BBA സ്റ്റുഡൻസിൻ്റെ കോമൺ ഇംഗ്ലീഷ് പേപ്പറാണ് ബേസ് വിത്ത് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഫിഫ്ത്ത് പോയം ആയിട്ടുള്ള ഓൾഡ് ഫോക്സ് ലോഫ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റിട്ടൺ ബൈ മായ ആഞ്ചലിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓതറിനെ കുറിച്ചിട്ട് നോക്കാം. She was an author, poet, historian, civil rights activist, producer, director, singer and dancer. She has written 7 autobiographies and several volumes of poetry. She fought for the blacks and women. നമ്മുടെ മയ ആഞ്ചലിയോ ഓതർ ആയിരുന്നു, പോയിറ്റ് ആയിരുന്നു, ഹിസ്റ്റോറിയൻ ആയിരുന്നു, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആയിരുന്നു, പ്രൊഡ്യൂസർ ആയിരുന്നു, ഡയറക്ടർ ആയിരുന്നു, സിംഗർ, ഡാൻസർ, അങ്ങനെ ഒട്ടുമിക്ക മേഖലയിലും തിളങ്ങി നിന്നിരുന്നൊരു വ്യക്തിയാണ്. 7 ഓട്ടോബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ പല കവിതാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. ബ്ലാക്സിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്, സ്ത്രീയാണ് മയ ആഞ്ചലിയോ എന്ന് പറയുന്നത്. നമുക്കിനി പോയമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളം സമ്മറി നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് ഓൾഡ് പീപ്പിൾസിന്, പ്രായമായവർക്ക് അറിയാം എങ്ങനെയാണ് ചിരിക്കേണ്ടതെന്ന്, ഹൗ ടു ലാഫ്. അവർ പ്രായമായത് കൊണ്ട് തന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അഭിനന്ദനങ്ങളും ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, അഭിനയിക്കേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് നീഡ് ടു പ്രെറ്റൻഡ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലിപ്സ് ഇങ്ങനെയും അങ്ങനെയും ഒക്കെ പിടിച്ചിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ദേ നോ ലോങ്ങർ ഹോൾഡ് ദർ ലിപ്സ് ദിസ് ഓർ ദാറ്റ് വേ. ദേ ജസ്റ്റ് ലാഫ്. അവർക്ക് തോന്നിയ പോലെ ചിരിക്കും. അവരുടെ ചിരി യാതൊരു തടസ്സവും ഇല്ലാതെ അവരുടെ ബെല്ലീസിൽ നിന്ന്, അന്തർഭാഗങ്ങളിൽ നിന്നും വരുന്നതാണ്. അവർ ചിരിക്കുന്ന സമയത്ത് അവരുടെ ബെല്ലീസ് ഒരു ടെമ്പറൈൻ, ഒരു തബേരു അല്ലെങ്കിൽ ഒരു മദ്ദളം പോലെയാണ്, കുലുങ്ങും. എന്നിട്ട് അതിൽ നിന്ന് എന്തുണ്ടാകും, സൗണ്ട് ഉണ്ടാകും. വയസ്സാകുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും വളരെ ഒരു തുറവിയോടെ ചെയ്യും. സമൂഹത്തിൻ്റെ പരിമിതികളും നൂലാമാലകളും ഒന്നും ആർക്ക് ബാധകമല്ല, ഓൾഡ് പീപ്പിളിന്, പ്രായമായവർക്ക് അതൊന്നും ബാധകമല്ല. അതുകൊണ്ട് തന്നെയാണ് വയറ് കുലുക്കി ഉറക്കെ ചിരിക്കാൻ പ്രായമായവർക്ക് പറ്റുന്നത്. This allows the old folks the freedom to laugh as they please. അവർക്ക് തോന്നിയ പോലെ അവരുടെ വയറൊക്കെ കുലുക്കി ഉറക്കെ ചിരിക്കാൻ അവർക്ക് പറ്റുന്നത് സമൂഹത്തിൻ്റെ പരിമിതികളോ നൂലാമാലകളോ ഒന്നും ആർക്ക് ബാധകമല്ല. ഓൾഡ് പീപ്പിൾസിന് അതൊന്നും ബാധകമല്ല. അവർക്ക് അവരുടെ മുമ്പിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ദേ ജസ്റ്റ് ലാഫ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. വയസ്സായവരുടെ ചിരി എന്ന് പറയുന്നത് അത് ജീനിയനാണ്, അത് അവരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ചിരിയാണ്. ഇറ്റ് ഈസ് ലൈക്ക് സം ലിക്വിഡ് ഓവർഫ്ലോവിങ് ഫ്രം ദി ബ്രിംസ്. ഓൾഡ് ഫോക്സ് ലാഫിനെ നമ്മുടെ ഒരു ലിക്വിഡ് പോലെ, ഓവർഫ്ലോവിങ് ഫ്രം ദി ബ്രിംസ്, ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ദ്രാവകം നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് പോലെ ഇവിടെ സിമിലി യൂസ് ചെയ്തിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പോയിറ്റ്. അവരുടെ ചിരി അത് അവരെ ലിബറേറ്റിംഗ്, സ്വതന്ത്രമാക്കുന്നു എന്നാണ് പറയുന്നത്. അവരെ മാത്രമല്ല മറ്റുള്ളവരെയും അത് സ്വതന്ത്രമാക്കുകയും ആവശ്യമില്ലാതെയുള്ള അഭിനയം ഒന്നും വേണ്ട എന്ന് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. It teaches others to laugh without worrying about what the ones around would think. മറ്റുള്ളവർ, നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പേടിച്ചിട്ട് നമ്മുടെ ചിരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ തോന്നിയ പോലെ ചിരിക്കാം എന്നിവിടെ പഠിപ്പിക്കുന്നു. ആര്? ഓൾഡ് ഫോക്സ്. ഓക്കെ, വയസ്സായവരുടെ ചിരി നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത് വെൻ ഓൾഡ് ഫോക്സ് ലാഫ് ദേ ഫ്രീ ദ വേൾഡ്. അതായത് എന്താണ്, പ്രായമുള്ളവർ ചിരിക്കുന്ന സമയത്ത് അവർ ലോകത്തെ സ്വതന്ത്രമാക്കുന്നു എന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് വയസ്സായവരുടെ ചിരി അവരെ മാത്രമല്ല മറ്റുള്ളവരെയും അത് സ്വതന്ത്രമാക്കുന്നു. കാരണം മറ്റുള്ളവർ, നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയത്താൽ ചെറുപ്പക്കാർ പലപ്പോഴും ശരിക്കും ചിരിക്കുക പോലുമില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചിരിക്കാം എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, വെൻ ഓൾഡ് ഫോക്സ് ലാഫ് ദേ ഫ്രീ ദി വേൾഡ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റാൻസിൽ പറയുന്നത് വയസ്സായ ആളുകൾ, പ്രായമായവർ ചിരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിന് വരുന്നത് മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. അവർ ചിരിക്കുന്ന സമയത്ത് അവരുടെ മൗത്ത്, വായിൽ കൂടി സലൈവ എന്ന് പറയുമ്പോൾ വെള്ളം ഊറിയെന്ന് വരാം. അവരുടെ വായിൽ നിന്നും വെള്ളം ഊറിയെന്ന് വരാം. അതുപോലെ തന്നെ അവരുടെ ശക്തിയില്ലാത്ത നെക്കിൽ, അവരുടെ കഴുത്തിൽ അവരുടെ തല നേരെ നിൽക്കാത്ത പോലെ നമുക്ക് തോന്നിയേക്കാം. ദർ മേ ബി സലൈവ അറ്റ് ദ കോർണർ ഓഫ് ദി മൗത്ത് ആൻഡ് ദ ഹെഡ് ഈസ് വോബ്ലി ഓൺ ദ ബ്രിറ്റിൽ നെക്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നന്നായിട്ട് ചിരിക്കും. കാരണം അവർക്കറിയാം, അനുഭവത്തിൽ നിന്നും ചിരിയുടെ ശക്തി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ബിക്കോസ്
എക്സ്പീരിയൻസ് ഹാസ് ഷൗൺ ദം ദ പവർ ഓഫ് ലാഫർ. എന്നിരുന്നാലും അവരുടെ ശാരീരിക പരിമിതികൾ കുറേയൊക്കെ അവർക്ക് അനുഭവം കൊണ്ട് പരിഹരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്, ബാലൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മെമ്മറീസ്, ഓർമ്മകൾ എന്ന് പറയുന്നത് വയസ്സായവർക്ക് അല്ലെങ്കിൽ അവർ പരിപാലിക്കുന്ന രീതി എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളെ ഗ്രാൻഡ് ചൈൽഡിന് മടിയിലെത്തി താലോടിക്കുന്നത് പോലെയാണ്. മെമ്മറീസ് ദാറ്റ് ദേ ഹോൾഡ് ക്ലോസ് ആർ ലൈക്ക് വൺ വുഡ് ഹോൾഡ് എ ഗ്രാൻഡ് ചൈൽഡ് ഈസ് വൺ സ്ലാബ്. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് സ്റ്റാൻസ. ഇവിടെ പറയുന്നത് വയസ്സായവർ ചിരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തത് അവരുടെ മൗത്തിൽ കൂടി സലൈവ, ഉമിനീര് വരും. അതുപോലെ തന്നെ അവരുടെ ശക്തിയില്ലാത്ത നെക്കിൽ, കഴുത്തിൽ അവരുടെ തല നേരെ നിൽക്കാത്ത പോലെ തോന്നിയിരിക്കാം. എന്നിരുന്നാലും അവർ ചിരിക്കുന്നു, കാരണം അവരുടെ ജീവിത അനുഭവങ്ങൾ അവരെ ചിരിയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ മെമ്മറീസിനെ കാണുന്നത് ഗ്രാൻഡ് ചൈൽഡിന് മടിയിലെത്തി താലോലിക്കുന്നത് പോലെയാണ്. ഓക്കെ, ദെൻ ഫൈനൽ സ്റ്റാൻസ, ഫോർത്ത് സ്റ്റാൻസയിൽ പറയുന്നത് ഇറ്റ് ഓഫേഴ്സ് ആൻ എക്സ്പ്ലനേഷൻ ആസ് ടു വൈ ഓൾഡ് പീപ്പിൾ ലാഫ്. എന്തുകൊണ്ടാണ് പ്രായമായവർ ചിരിക്കുന്നത് എന്നതിനുള്ളൊരു എക്സ്പ്ലനേഷനാണ്. ചിരിക്കുന്ന സമയത്ത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അൺഡിഫിക്കൽട്ടായിട്ട് മാറുന്നു, അതുകൊണ്ടാണ് അവർ ചിരിക്കുന്നത്. മരണം എന്ന് പറയുന്നത് ആരുടെ വളരെ അടുത്താണ്? പ്രായമായവരുടെ വളരെ അടുത്താണ്. ആൻഡ് അക്കോർഡിംഗ് ടു പോയിറ്റ്, മരണം, അവരുടെ ചിരി എന്ന് പറയുന്നത് മരണത്തെ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ പ്രായമായവരെ പ്രാപ്തരാക്കുന്നു എന്നതാണ് അവൾ വിശ്വസിക്കുന്നത്. ദ ഓൾഡ് ഫോക്സ് ടു അക്സെപ്റ്റ് ഡെത്ത്. അതുകൊണ്ട് തന്നെ കവി പറയുന്നുണ്ട് ഡിയർ പെയിൻലെസ് ഡെത്ത്, വേദനയില്ലാത്ത മരണമേ. അങ്ങനെ പറയുന്നത് എന്താണ്? യെസ്, ഓൾഡ് ഫോക്സ് പീപ്പിൾ, പ്രായമായവരുടെ ചിരി എന്ന് പറയുന്നത് മരണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രാപ്തരാകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മരണത്തെ ഭയമില്ല. അതുകൊണ്ടാണ് ഡിയർ പെയിൻലെസ് ഡെത്ത് എന്ന് കൊണ്ട് റെഫർ ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ത്രോ ലവർ ദേ ഓൾസോ ഫോർഗിവ് ലൈഫ് ഫോർ ദ ഹാർഡ്ഷിപ്സ് ഇറ്റ് ഹാസ് കോസ്ഡ് ദം. തങ്ങളുടെ ചിരിയിൽ കൂടി തങ്ങളുടെ തെറ്റ് ചെയ്ത എല്ലാവരോടും തങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു മെസ്സേജ്, എന്നൊരു സന്ദേശവും അവർ കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർത്ത് സ്റ്റാൻസയിൽ വൈ ഓൾഡ് പീപ്പിൾ ലാഫ് എന്നതിനുള്ളൊരു എക്സ്പ്ലനേഷനാണ്. അതെന്തായിരുന്നു? ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അൺഡിഫിക്കൽട്ടായിട്ട് മാറും. പിന്നെ മരണം എന്ന് പറയുന്നത് വളരെ അടുത്താണ്. എന്നിരുന്നാലും വയസ്സായവർക്ക് മരണത്തെ പേടിയില്ല. അവരുടെ ചിരി, ഓൾഡ് ഫോക്സ് എന്ന് പറയുന്നത് അവർ മരണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രാപ്തരാക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഡിയർ പെയിൻലെസ് ഡെത്ത്, വേദനയില്ലാത്ത മരണമേ എന്നുള്ള രീതിയിലാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ ചിരി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ, അവരുടെ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശവും കൂടിയാണ് ഈ ഒരു ഫൈനൽ സ്റ്റാൻസയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. അപ്പോൾ ദെൻ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒരു തീമായിട്ട് കൊടുക്കുന്നുണ്ട്, അതിന് നോട്ട്സും കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കുക. ദ പോയം ഓൾഡ് ഫോക്സ് ലാഫ് ഷോസ് ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫ്യൂച്ചേഴ്സ് ഓഫ് ഓൾഡ് പീപ്പിൾ. They no longer practice decorum and hypocritical politeness, so their lips and brows are free from strain. When they laugh, their bellies shake. They laugh loudly as they are free from social pretensions. Their laughter is an act of liberation. The weakness of old age, like dribbling, slow movements, and inability to hold their heads steadily, are countered by precious loving memories. Death is most welcome and they love to embrace it. Their laughter shows their forgiveness to the world, which has pained them a lot. Laughter, Maya believes, is a survival apparatus to them by which they get the stamina to live. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ, ഓൾഡ് ഫോക്സ് ലാഫ് എന്ന ഈ ഒരു കവിത അത് നമ്മുടെ ഓൾഡ് ഏജ് പീപ്പിൾസിൻ്റെ, പ്രായമായവരുടെ ഫിസിക്കലായിട്ടുള്ള മെൻ്റലി ആയിട്ടുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഓൾഡ് ഏജ് ആയല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇത്തരത്തിലുള്ള സാമൂഹിക മര്യാദകൾ അല്ലെങ്കിൽ പൊതു രീതിയെ പറ്റിയൊന്നും നോക്കേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചുണ്ടുകളും നെറ്റികളും ഒക്കെ അനാവശ്യമായിട്ടുള്ള സ്ട്രെയിന്, അതായത് പ്രഷർ അനുഭവിക്കുന്നില്ല. അവർ ചിരിക്കുന്ന സമയത്ത് അവരുടെ ബെല്ലീസ്, വയറ് കുലുങ്ങും. ഈ ഒരു സമൂഹത്തിൻ്റെ ആക്ടിങ്ങിൽ, പ്രിറ്റൻഷൻ, നാട്യങ്ങളിൽ നിന്നും അവർ ഫ്രീ ആണ്, അവർക്ക് ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഉച്ചത്തിൽ ചിരിക്കാൻ അവരെ കൊണ്ട് പറ്റും. അവരുടെ ചിരി എന്ന് പറയുന്നത് അവർക്കൊരു ഫ്രീഡം നൽകുന്നു എന്നാണ് പറയുന്നത്, ഒരു ലിബറേഷൻ അവർക്ക് നൽകുന്നുണ്ട്. പ്രായമാകുന്ന സമയത്ത് അവർക്ക് ധാരാളം പരിമിതികൾ അവർക്കുണ്ട്, അവർക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. അവരുടെ വായിൽ നിന്നും അറിയാതെ വെള്ളം ഒലിക്കും. അതുപോലെ അവരുടെ നടുപ്പും വളരെ സ്ലോ ആയിരിക്കും അല്ലേ? ഈ പ്രായമായവർ സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരിക്കും അവർക്കുണ്ടാകുക. അവരുടെ തല അധികം നേരം അവർക്ക് ഇങ്ങനെ നേരെ നിർത്താൻ പറ്റില്ല.
അല്ലേ? അതുപോലെ തന്നെ അവരുടെ കഴുത്തിന് ശക്തി കുറയും. പിന്നെ അവരുടെ തല അധികം നേരെ നിൽക്കുകയില്ല, ശക്തി കുറയും. പക്ഷേ ഈ ഒരു പരിമിതികളൊക്കെ നല്ല ഓർമ്മകളിൽ കൂടി, ലവിങ് മെമ്മറീസിലൂടെ കൂടി അവർക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, ഓൾഡ് ഏജ് പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് അവർക്ക് ഭയമുള്ളൊരു കാര്യമല്ല, ഒരു നല്ല കാര്യമാണ്. അവർ ചിരിക്കുന്ന സമയത്ത് അവർ ഈ ലോകത്തോട് പറയുകയാണ്, ഞങ്ങൾ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നതെന്ന്. അവരുടെ പ്രായമായല്ലോ അല്ലേ, ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിരിക്കും. എന്നാലും അവർ പറയും, ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. Their laughter shows their forgiveness to the world which has pained them a lot. അവരവരുടെ ജീവിതത്തിൽ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും, ഒരുപാട് ആളുകൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അവരോടൊക്കെ പറയാണ്, ഞങ്ങൾ നിങ്ങളോടൊക്കെ ക്ഷമിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ ഇപ്പോൾ അവർക്ക് ആരോടും ഏത് രീതിയിലുള്ള പകയോ ഒന്നും അവർക്കില്ല. നമ്മുടെ കവിയുടെ അഭിപ്രായത്തിൽ മയ ബിലീവ്സ് ഇസ് എ സർവൈവൽ അപ്പാർട്ടസ് ടു ദം ബൈ വിച്ച് ദേ ഗെറ്റ് ടു സ്റ്റാമിന ടു ലൈവ്. ചിരി അവരുടെ അതിജീവനത്തിൻ്റെ രഹസ്യമാണ്, സർവൈവൽ അപ്പാർട്ടസ് ആണ് അവർക്ക് നൽകുന്നത്. ചിരിയിൽ നിന്നാണ് അവർക്ക് ജീവിതം തുടരാനുള്ളൊരു സ്റ്റാമിന, അവർക്ക് ശക്തി ലഭിക്കുന്നത് എന്നാണ്. ഓൾഡ് ഫോക്സ് ലോഫിൻ്റെ ഒരു ഷോർട്ട് സമ്മറി, അതല്ലെങ്കിൽ ഇതിലെ തീം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് അത് എഴുതിയാൽ മതി. പാരഗ്രാഫിനൊക്കെ നമുക്കിത് എഴുതാം, എസ്സേക്കും എഴുതാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആൻഡ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. ഫൈനലി ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.